Hello guys, നമസ്കാരം. Yet another episode of Blue Boys of West London. നമ്മളെല്ലാവരും ആക്ച്വലി വളരെ അപൂർവമായിട്ട് 3 പേരും അല്ലെങ്കിൽ 100% പാനലിസ്റ്റും ചെൽസി കിറ്റിലാണ് ഇന്ന്. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമായിട്ട് കൺസിഡർ ചെയ്യണതാണ്. ആൻഡ് ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ there's nothing much to talk about. We've had 2 draws and a victory. പക്ഷെ അതിനെല്ലാത്തിനും പോസ്റ്റ് മാച്ചും പ്രീ മാച്ചും എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് റെപ്പറ്റേറ്റീവ് കണ്ടന്റ് ആയതുകൊണ്ട് ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇച്ചിരി പേഴ്സണൽ ആയിരിക്കും. ഐ എം ഗോണ ബി ആസ്കിങ് അജിത് ആൻഡ് ശ്യാം അബൌട്ട് ദെയർ ഫേവറേറ്റ് പ്ലെയേഴ്സ്, ദെയർ നാഷണൽ ടീംസ്, ഫേവറേറ്റ് എവർ ചെൽസി ഗെയിംസ് ദാറ്റ് ദേ വാച്ച്ഡ്. അങ്ങനത്തെ കുറച്ച് എന്താ പറയുക ഇൻഡിവിജ്വലിസ്റ്റിക് പേഴ്സണൽ സാധനങ്ങളൊക്കെ ആയിരിക്കും ഈ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അഗൈൻ എവറിബഡി വെൽക്കം. ഇന്നലത്തെ ആൻഡ് ഓക്കെ, ഞാൻ ഇട്ടിരിക്കുന്ന ഇപ്രാവശ്യത്തെ തേർഡ് കിറ്റാണ്. നമ്മൾ ഫിഫയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആൻഡ് ദ വിമൻസ് ടീം ഓൾസോ പ്ലേഡ് വെയറിങ് ഇറ്റ് വൺസ്. ഞാൻ ഇപ്പോഴേ ഒരു ബോൾഡ് പ്രഡിക്ഷൻ ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റെ അഭിപ്രായം പറയാം. നമ്മൾ അടുത്ത കളി ബ്രൈറ്റൺ ആയിട്ടാണ്. ബ്രൈറ്റൻ്റെ ജേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെള്ളയുണ്ട് നീലയുണ്ട്. നമ്മളുടെ ഹോം കിറ്റ് ആസ് യൂഷ്വൽ വെള്ളയാണ്, എവേ കിറ്റിൽ വെള്ളയുണ്ട് നീലയുണ്ട്. സോ ഡു യു തിങ്ക് ആക്ച്വലി അജിത് വി മൈറ്റ് സീ ദിസ്? കാരണം ഞാൻ പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മളതാ ഇടാൻ പോണെന്നുള്ളത്. ഇപ്പോഴെങ്കിലും ഇറക്കും തോന്നുന്നു. ബിക്കോസ് കളർ വൈസ് ഐ തിങ്ക് ഇറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ആൻഡ് എനിക്ക് കിറ്റിനോട് പ്രത്യേകിച്ച് ഒരു ഇതില്ല, ഒരു അഫെക്ഷൻ ഇല്ല. പക്ഷെ ലെറ്റ്സ് സി, ചിലപ്പോ ഗ്രോ ചെയ്യുമായിരിക്കും. കുറെ കിറ്റ്സ് ഉണ്ട് നമ്മൾ ആദ്യം കാണുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോഴത്തെ ഹോം കിറ്റ് എനിക്ക് ഇറങ്ങിയ സമയത്ത് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് ഗ്രോൺ ഓൺ മീ, ഐ ലൈക്ക് ഇറ്റ് നൗ. ഇതൊരു വാങ്ങിച്ചിട്ടില്ല, വാങ്ങണം. ഹോം കിറ്റ്സ് ഹാവ് ദാറ്റ് എന്താ പറയുക, ആ ഒരു എഫക്റ്റ് ഉണ്ട് എല്ലാ പ്രാവശ്യവും. എനിക്ക് ആ ലാംപാർഡിന്റെ ഫസ്റ്റ് സീസണിലെ കിറ്റില്ലേ, ഞാൻ ആദ്യം കണ്ടപ്പോ ഇവന്മാര് എന്താ ചെയ്തു വെച്ചേക്കണ, സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലെ മറ്റേ റൂഫും ഡ്രസ് വർക്കൊക്കെ ഇട്ടിട്ട് മൊത്തത്തിൽ കമ്പിപ്പണിക്കാരുടെ ഒരു യൂണിഫോം പോലെ ഇരുന്ന് വെച്ച്. ബട്ട് അത് എങ്ങനെയൊക്കെയോ അത് ഞാൻ ആക്ച്വലി അത് വാങ്ങിച്ചില്ല. ബിക്കോസ് ദ വൈറ്റ് എവേ കിറ്റ് വാസ് സോ ഗുഡ്. ഞാൻ അതിലാണ് പൈസ സ്പെൻഡ്. ആൻഡ് ഷാംബ്രോ, യു ആർ ടെല്ലിങ് അസ് ലണ്ടൻ ഒഫീഷ്യൽ മെഗാ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മളുടെ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ പോക്കറ്റിൽ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് കാരണം എല്ലാ സീസണും ഒരു കിറ്റ് എന്നുള്ള റീസൺ കാരണം ഞാൻ അതിന് പകരം അന്നത്തെ വൈറ്റ് കിറ്റാണ് ഓർഡർ ചെയ്തത്. ശ്യാം ബ്രോ, വെൽക്കം. യു ആർ വെയറിങ് എ വെരി ഇൻട്രസ്റ്റിംഗ് ട്രെയിനിങ് ടോപ്പ്. ആൻഡ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എല്ലാവർക്കും പറയണം, അത് മെഗാ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ്. സോ ഓക്കെ, മൂവിങ് ഓവർ ടു മോർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. കോവച്ചിച്ച് സ്ക്രീമേഴ്സ് മാത്രമേ അടിക്കുള്ളൂ ഗൈസ്? സംബഡി എക്സ്പ്ലെയിൻ. ശ്യാം ബ്രോ. കോവച്ചിച്ച് സ്ക്രീമേഴ്സ് അടിച്ചില്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് റെഗുലർ ആയിട്ട് ഇത്രയും കൂടി ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് നല്ലായിരുന്നു. അതായത് വൺസ് ഇൻ എ സീസൺ അല്ലെങ്കിൽ വൺസ് ഇൻ 2 സീസൺസിന്റെ പകരം ഐ തിങ്ക് ലാസ്റ്റ് സീസൺ സ്കോർ ചെയ്തല്ലേ. എന്നിട്ട് ദിസ് ഫസ്റ്റ് ടൈം ആഫ്റ്റർ ദാറ്റ് ലിവർപൂൾ ഗോൾ അല്ലേ, അതിനിടയ്ക്ക് സ്കോർ ചെയ്തെന്ന് തോന്നുന്നില്ല. അപ്പൊ കുറച്ചും കൂടി കൺസിസ്റ്റന്റ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് കോഴ്സ് വി കാൻ എക്സ്പെക്ട് നമ്പർ 8 ഓർ നമ്പർ ലൈക്ക് സെന്റർ മിഡ്ഫീൽഡർ ടു സ്കോർ കൺസിസ്റ്റന്റ്ലി. ബട്ട് ഒരു സീസണിൽ ഒരു 4-5 ഗോള് വരുവാണെങ്കിൽ അതിനൊരു കുറച്ചും കൂടി ഒരു ഇതുണ്ടാവും. ബട്ട് ഓഫ് കോഴ്സ് യെസ്റ്റർഡേസ് ഗോൾ വാസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് ഔട്ട് ഓഫ് നോവെയർ ആയിരുന്നു ആ ഗോൾ. ആൻഡ് ആസ് യു സെഡ്, സ്ക്രീമർ തന്നെയാണ്. ഐ മീൻ അറ്റ് ഫസ്റ്റ് യു കുഡ്ന്റ് ബിലീവ് ദാറ്റ് ഇറ്റ് വെന്റ് ഇൻ. അത് ഐ ഡോണ്ട് തിങ്ക് കോവച്ചിച്ച് പോലും എക്സ്പെക്ട് ചെയ്തില്ല. ജസ്റ്റ് ഒരു ചാൻസ് എടുത്തതാണ്. പക്ഷെ ബട്ട് അതാണ് ഡിഫറൻസ്. ആ ഒരു മെന്റാലിറ്റി ചേഞ്ച് ആണ് വരേണ്ടത്. മിഡ്ഫീൽഡേഴ്സ് നീഡ് ടു ടേക്ക് ഷോട്ട്സ്. ജോർജിനെ കുറച്ച് ഷോട്ട് എടുക്കാൻ നോക്കുന്നുണ്ട് ഇപ്പം, ശ്രദ്ധിച്ചായിരുന്നോ? നോക്കുന്നുണ്ട്. അപ്പം സോ ദാറ്റ് ഈസ് വാട്ട് യു നീഡ് ആസ് വെൽ. ആൻഡ് അതുപോലെ തന്നെ ടോക്കിംഗ് അബൌട്ട് സ്ക്രീമേഴ്സ്, അതിനെ വെല്ലുന്ന ഒരു ഗോളായിരുന്നു നമ്മളെ ജനറേഷണൽ ബോയ് അടിച്ചത്, അജിത്. അത് കാഹാവർട്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒന്നെങ്കിൽ ഭയങ്കര സിൽക്കി ഗോൾ ആയിരിക്കും, അല്ലെങ്കിൽ പട്ടാക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും അടിക്കണ്ടാവുക. ആൻഡ് ഗോൾസ് ആർ ഗുഡ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആരോ പറയണ്ടായിരുന്നു, ഈ ഗോളിനി അടുത്ത ഒരു 10 കളിക്ക് ഈ ഒരു ഗോൾ മതിയോ, അതോ ഇനിയും ഗോൾ അടിച്ചോണ്ട് ഇരിക്കണോ? കീപ് സ്കോറിംഗ്. അതാണ് അവരുടെ ടാഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് കോൾഡ് ഓവർ യൂസ് ചെയ്തൊരു സംഭവമാണ് ജനറേഷണൽ ടാലന്റ് എന്നുള്ളത്. വൺസ് ഇൻ എ ജനറേഷൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു ആയിട്ടുണ്ട്. പക്ഷെ വെൻ യു ലുക്ക് ബാക്ക് അറ്റ് ദാറ്റ് ഗോൾ, ആ ഒരു ഗോളിന്റെ ആ സിറ്റുവേഷൻ, ഇറ്റ്സ് നോട്ട് എ റെയർ സിറ്റുവേഷൻ അല്ലേ. അത് ജസ്റ്റ് എന്താ പറയാ, ബോക്സിന്റെ ഒരു 2-3 യാർഡ് പുറത്തുനിന്ന് ഇച്ചിരി, ഐ മീൻ ഭയങ്കരമായിട്ടൊരു ഒബ്വിയസ് ഗോൾ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ടച്ചോ
അല്ലെങ്കിൽ ഒരു ഫോർവേഡ് മൂവ്മെന്റോ അല്ലെങ്കിൽ ഒരു ബ്രേക്കോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. നമ്മളുടെ നോർമൽ ബിൽഡപ്പിൽ നിന്ന് നല്ലൊരു പാസ് ഐ തിങ്ക് പുലിസിക് ആണെന്ന് തോന്നുന്നു. അതെനിക്ക് ആ ഗോൾ ക്രിയേറ്റ് ചെയ്ത പുളിസിച്ചിന്റെ ഒരു നല്ലൊരു പ്ലേ ഉണ്ട്. കാരണം അത് എനിക്ക് ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തപ്പോ 1-2 പ്ലേയേഴ്സിനെ പുളിസിന്റെ അങ്ങോട്ട് പോയി. അപ്പൊ പിന്നെ കുറച്ച് സ്പേസ് കായിന് വേണ്ടി ക്രിയേറ്റ് ആയി. കായിന് സ്പേസ് ഇല്ലെങ്കിൽ ഐ മീൻ But then again, it wasn't like he had acres of space in front of him. Yeah, of course, yeah. സിറ്റുവേഷനിൽ കായ് ഹാവേർട്സിനെ പോലത്തെ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറിന് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഭാഗ്യത്തിന് ഇന്നലെ അത് അടിച്ചു. മൈ ക്വസ്റ്റ്യൻ ടു അജിത് ഇസ് വൈ isn't he doing this more? കാരണം ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് എ റെയർ സിറ്റുവേഷൻ ദാറ്റ് ഹി എൻഡഡ് അപ്പ് ഇൻ യെസ്റ്റർഡേ അല്ലേ? ദാറ്റ് ഐ തിങ്ക് വി ഷുഡ് ആസ്ക് ഓൾ ദ ഫോർവേഡ്സ്. കാരണം ഇന്നലെ ഒബമായങ്ങിന് ഒരു സിമിലർ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു കൈ ഹാവേർട്സ് കൊടുത്ത ഒരു സൂപ്പർ ബോൾ ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ടു ആ ഓവറോൾ പ്ലേ അതിപ്പോ വീഡിയോ ആയി എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്, പോട്ടർ ബോൾ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ദാറ്റ് ഇസ് ബ്യൂട്ടിഫുൾ ടു വാച്ച്. ആ എങ്ങനെയാണ് കോവസിച്ച് ആ പ്രസിനെ ബീറ്റ് ചെയ്തിട്ട് ഫോർവേഡ് പാസ് കൊടുത്തതും കൈ ഹാവേർട്സ് ഷോട്ട് എടുക്കാണ്ട് പിൻ പോയിന്റ് ബോൾ കൊടുത്തതും ഒബയാങ് ഒരു ടച്ച് കൂടുതൽ എടുത്ത് കുറച്ച് ടൈം എടുത്തിട്ട് ഷൂട്ട് ചെയ്തതും ഒന്നും മനസ്സിലാവുന്നില്ല. ഈ കൂടെ ജസ്റ്റ് ഷോട്ട് ഇറ്റ് ലൈക്ക് ഒബയാങ്ങിന്റെ പ്രീവിയസ് ഗോൾസ് ഒക്കെ കണ്ട ജസ്റ്റ് ബോക്സിൽ നിന്ന് വരുന്നു, ടച്ച് എടുക്കാണ്ട് ഷോട്ട് എടുക്കുന്നു, ഗോൾ അടിക്കുന്നു. അതാണ് ഒബയാങ്ങിന്റെ കഴിവ്. ആൻഡ് ദാറ്റ്സ് സിമിലർ തിങ് ഈവൻ കൈ ഹാവേർട്സ് ഡസ് ഇറ്റ്. എക്സ്ട്രാ ടച്ച് എടുക്കുന്നു ആൻഡ് ട്രൈങ് ടു ജസ്റ്റ് സംഹൗ ഗോൾ കയറ്റാൻ നോക്കുന്നു ആൻഡ് ഇറ്റ് ഡസന്റ് ഹാപ്പൻ. ഇപ്പോ ഹാവേർട്സിന് എന്തോ ഒരു ഹീസ് എ കോൺഫിഡൻസ് പ്ലെയർ, ജസ്റ്റ് ലൈക്ക് മൗണ്ട് ഹീസ് എ കോൺഫിഡൻസ് പ്ലെയർ. ഇപ്പൊ കുറച്ച് കോൺഫിഡൻസ് കയറിയാ മേ ബി, എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ സീസൺ ഇതേപോലെ ഒരു 4-5 ഗെയിംസ് ഒരു റണ്ണിൽ സ്കോർ ചെയ്യുമ്പോൾ ഹി വാസ് പ്ലേയിങ് റിയലി വെൽ. ആൻഡ് അഗെയിൻ ഒരു ഡിപ്പ് വന്നപ്പോൾ പിന്നെ അഗെയിൻ ഹി വെന്റ് ഡൗൺ. സോ ഐ തിങ്ക് ഫ്യൂ റൺ ഓഫ് ഗെയിംസ് ഇപ്പോ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഹാവേർട്സിനെ ഡ്രോപ്പ് ചെയ്യണം. യെസ്, ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ ഡ്രോപ്പ് ചെയ്യണം. പക്ഷെ നൗ ഇഫ് ഹി ഈസ് ഗെറ്റിംഗ് ഫ്യൂ ഗുഡ് ഗെയിംസ്, റൺ ഓഫ് ഗെയിംസ്, ഹി വിൽ ബി ഏബിൾ ടു സ്കോർ, ഐ വിൽ ബി ഏബിൾ ടു ഡു സംതിങ് എനിക്ക് തോന്നുന്നു. ഡ്രോപ്പ് ചെയ്യേണ്ട ആൾ ഐ തിങ്ക് ഷാംബ്രോ ഇന്നലത്തെ കളി വെച്ചിട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഒബമാങ് ഈവൻ സ്റ്റാർട്ടഡ്. ഇനി ബ്രൈറ്റൺ ആയിട്ടുള്ള കളിയിൽ ബ്രോയെ സ്റ്റാർട്ട് ചെയ്യില്ലെങ്കിൽ ഐ വിൽ റിവോൾട്ട്. കാരണം അത്രക്കും അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു സ്പെല്ലിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, പുള്ളിയുടെ എനിക്ക് ഫേസ് ഇതാണെന്ന് തോന്നുന്നു. പുള്ളി ആദ്യം വന്നപ്പോൾ 1-2 ചാൻസ് കിട്ടിയ കൺവേർട്ട് ചെയ്തു. ബട്ട് ഐ തിങ്ക് ഈസ് അറ്റ് ഹിസ് ഫേസ് ഇൻ ഹിസ് കരിയർ ഇപ്പം ഡിപ്പാണ് ശരിക്കും. അപ്പം വി കനോട്ട് എക്സ്പെക്ട് എ ലോട്ട് ഫ്രം ഹിം, ബട്ട് അറ്റ്ലീസ്റ്റ് ബെറ്റർ, ഡെഫിനറ്റ്ലി ബെറ്റർ, ബിക്കോസ് ഒബയാങ് ഇസ് നോൺ ടു ബി എ റൂത്ത്ലെസ് ഫിനിഷർ. ബട്ട് യെസ്, അത്യാവശ്യം ചാൻസും കിട്ടി പുള്ളിക്ക്. പിന്നെ ഒബയാങ്ങിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്കാരന് ചാൻസ് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഗെയിമില് ഹീസ് ഓഫ് നോ പെർട്ടിക്കുലർ യൂസ് ആക്ച്വലി, ഇൻ എ സെൻസ് ലൈക്ക് ഹീസ് എ എലീറ്റ് ഫിനിഷർ. അതല്ലാണ്ട് പുള്ളിക്കാരൻ പ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യുക. ഓഫ്കോഴ്സ് ഈ വിൽ ഇടയ്ക്ക് പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് നല്ല ഫ്ലിക്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യേണ്ട സ്റ്റെർലിംഗ് ആയിട്ടൊക്കെ, ബട്ട് സ്റ്റിൽ ഈസ് നോട്ട് എ ചാൻസ് ക്രിയേറ്റർ ഓർ ദാറ്റ് സോർട്ട് ഓഫ് ഫോർവേഡ് ഹു വിൽ ബി ഇൻവോൾവ് ഇൻ അതർ പ്ലേ ആൻഡ് ഓൾ ദാറ്റ്. പുള്ളി ഈസ് എ ടിപ്പിക്കൽ നമ്പർ 9. സോ ഇഫ് ഹി ഡസന്റ് സ്കോർ ദെൻ ഹീസ് നോട്ട് എ ലയബിലിറ്റി ആസ് സച്ച്, ബട്ട് സ്റ്റിൽ ക്ലോസർ ടു എ ലയബിലിറ്റി. അപ്പം ബ്രോജ ഓൺ ദി അതർ ഹാൻഡ്, ബ്രോജയുടെ ഗുണം എന്ന് വെച്ചാൽ ബ്രോജ ഈസ് ഫിസിക്കൽ, ഹി വിൻസ് ദ ബോൾസ് അപ്പ് ഫ്രണ്ട്. ഒബയാങ് ഇപ്പൊ വന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പുള്ളി ഒരു പ്രോപ്പർ ഹെഡർ വിൻ ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല ആക്ച്വലി. Bully physically looks off it actually. Previously also I think he was not that physical a striker, more about getting into the box and making sure that he finishes the chances. But Broyne definitely start, and I think ആ ബ്രെൻഫോർഡ് ഗെയിമിൽ ബ്രോയാണ് അത്യാവശ്യം നല്ലതായിട്ട് പുള്ളി പെർഫോം ചെയ്തായിരുന്നു. നല്ലോണം ഫിസിക്കലി നല്ലൊരു പ്രസൻസ് ആയിരുന്നു. ഒന്നുകൂടി ഷോട്ട്സ് എടുക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. I think he passed to Sterling or I think it was Kai, I think, who missed it. Definitely start him. I think see, only guarantee with Potter system is that there's no guarantee in the starting lineup. അത് ആര് വേണമെങ്കിലും മാറും, എല്ലാവർക്കും ചാൻസും കൊടുക്കുന്നുണ്ട്. Positions also, no guarantee of Position also, yeah. Yeah, so you've touched upon ഒബയുടെ കാര്യം. ഞാൻ ആക്ച്വലി ഇയാളുടെ ഡെഫിഷ്യൻസീസ് നോട്ട് ചെയ്ത് തുടങ്ങിയത് യുണൈറ്റഡിന്റെ ഗെയിമിലാണ്. യുണൈറ്റഡിന്റെ ഗെയിമിൽ ഐ വാസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഷാജിയേട്ടൻ ഫോർ ദ സ്ക്രീനിങ്. അപ്പൊ ഞാൻ ആക്ച്വലി നോട്ടീസ് ചെയ്തൊരു കാര്യം, നമ്മൾ ബ്രേക്കിലാവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് ആ റിലീസ് വരണ സമയത്ത്, അതായത് ഫോർവേഡ് റൺ എക്സ്പെക്ട് ചെയ്യണ സമയത്ത് ഓബമയാങ്ങിന്റെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ്, അത് ഐ ഡോണ്ട് ഹാവ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ബാക്ക് വാട്ട് ഐ എം സെയിങ്, പക്ഷെ നെക്സ്റ്റ് ടൈം ദ വ്യൂവേഴ്സ് ആൻഡ് ബോത്ത് ഓഫ് യു വാച്ച് ഓബമയാങ് പ്ലേ, അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇവന്റെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ഡിഫൻഡറിന്റെ പുറകിൽ നിൽക്കാനോ, പുറകിൽ ഓടിയിട്ട് ആ പാസിന്റെ ലൈൻ കുറച്ചും കൂടി ടഫ് ആക്കാനായിട്ടുള്ള ഒരു, ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ് ഡയറക്റ്റ് ഇൻ ടു സ്പേസ്, ഇവൻ ഓടുന്നത് ഡിഫൻഡറിന്റെ ബാക്കിലേക്കാണ്. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ കമന്റ്സിൽ ഇപ്പൊ തന്നെ പറയാം. കാരണം
ആ യുണൈറ്റഡ് ഗെയിമിൽ ഐ കെപ്റ്റ് സ്ക്രീമിങ്, എന്റെ തല പൊളിയണവരെ ഞാൻ ബഹളം ഉണ്ടാക്കരുത്, ഇവരെന്തിനീ ഓടി അങ്ങോട്ട് പോകണമെന്നുള്ള. അത് ഇന്നലെയും കണ്ടു 1-2 പ്രാവശ്യം. ആ ഡയറക്റ്റ് റൺസിന് പകരം ഹീസ് റണ്ണിങ് ബിഹൈൻഡ് ദ ഡിഫൻഡർ എക്സ്പെക്ടിങ് മറ്റേ ആ ഇന്നലെ നമ്മൾക്കെതിരെ അടിച്ച ഗോളില്ലേ, കറക്റ്റ് 2 ഡിഫൻഡേഴ്സിന്റെ മുമ്പിൽ ഇങ്ങനെ വട്ടം വന്ന് കയറുന്ന ബോൾസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്ട്രൈക്കർ ആണെന്ന് തോന്നണം. ആ ഷാംബ്രോ പറഞ്ഞ പോലെ ഫിനിഷ് ചെയ്യും, ബട്ട് വി ഹാവ് ടു പ്രസന്റ് ഇറ്റ് ടു ഹിം ഓൺ എ പ്ലാറ്റർ. ആ ഒരു വൈബാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നൗ മൂവിങ് ഓവർ ടു മോർ പോസിറ്റീവ് ടോപ്പിക്സ്. കോവച്ചിച്ച്, നമ്മൾ ഗോൾ സ്കോറിംഗ് പറഞ്ഞു, പക്ഷെ ഇന്നലത്തെ ഓവറോൾ പെർഫോമൻസ്, ആൻഡ് അത് പറയുന്നതിന് മുന്നേ നമുക്ക് ഈ സീസണിൽ 1-2 ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമേഴ്സ് ഓൾറെഡി ലൈനപ്പിലുണ്ട്. അവർ ഓൾറെഡി ഇപ്പൊ ഇഞ്ചോർഡ് ആയിട്ട് മാറിയിരിക്കുന്നവരുണ്ട്. നോർമലി ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, ചെൽസിയിലെ ആ പെർഫോമൻസ് ഇങ്ങനെ അടിപൊളി കൊള്ളാൻ മോനെ പൊളിച്ച്, അപ്പൊ തന്നെ എന്തെങ്കിലും സംഭവിച്ച് മാറി കുറച്ചേരം അകത്തിരിക്കേണ്ടി വരും. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അജിത് കോവച്ചിച്ച് എന്താണ് ആ കാണിച്ചു കൂട്ടുന്നത്. ഇപ്പൊ 2-3 കളിയായിട്ട്, എസ്പെഷ്യലി ആ ഹാഫ് ടൈമിന് മുന്നേ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കയറി വന്ന് ആ കളി നമ്മൾ പിടിച്ചു, ആ കളി മൊത്തത്തിൽ ചേഞ്ച് ചെയ്തു. അതേപോലെ ഇന്നലത്തെ കളി ഫ്രം സ്റ്റാർട്ട് ടു 60 minutes when he was substituted, കംപ്ലീറ്റ് മിഡ്ഫീൽഡ് ഡോമിനേഷൻ അല്ലേ? ഡെഫിനറ്റ്ലി കോവസിച്ചിന് നമ്മുടെ മിഡ്ഫീൽഡ് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കണ, വി ലാക്ക് മിഡ്ഫീൽഡേഴ്സ് ഹു ഹാവ് ദാറ്റ് ക്രിയേറ്റീവ് സ്പാർക്ക്. ലൈക്ക് നമുക്ക് പണ്ട് ഉണ്ടായിരുന്ന, ഐ എം നോട്ട് സെയിങ് ലാംപാർഡ് ലെവൽ ഓഫ് ക്രിയേറ്റീവ്നെസ് വേണം, ഓർ ഫാബ്രിഗാസ് ലെവൽ ഓഫ് ക്രിയേറ്റീവ്സ് വേണം, പക്ഷെ എന്നാലും ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് നമ്മുടെ ഇപ്പോൾ ജോർജിനോ ആയാലും ഹീസ് നോട്ട് എ പ്ലെയർ ഹു ഓൾവേസ് ഗിവ്സ് ദോസ് കറക്റ്റ് ത്രൂ ബോൾസ്. ഓർ ആ ഒരു സ്കിൽ സെറ്റ് ഉള്ളത് കോവസിച്ചിനാണ്. ബ്യൂട്ടിഫുള്ളി ആൻഡ് ബീറ്റിംഗ് ദ പ്രസ്, ഡ്രിബ്ലിംഗ് ത്രൂ പ്ലേയേഴ്സ്, ഇങ്ങനത്തെ കുറച്ച് സ്കിൽ സെറ്റ് ഹീസ് യൂസിങ് ഹിസ് സ്കിൽ ടു ദ മാക്സിമം. ആൻഡ് നമുക്ക് ആവശ്യമുള്ള ഒരു പ്ലെയർ ആണ്. ആൻഡ് ഈ ഇഞ്ചറി കൺസേൺ ഉള്ളത് കൊണ്ട് മാത്രം ഐ ഫീൽ ദാറ്റ് സംടൈംസ് വി ആർ ലൂസിങ് ഔട്ട് ഓൺ യൂസിങ് കോവ ടു ദ മാക്സിമം. ആൻഡ് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഗോൾ സ്കോറിംഗ് വേണം. കോവസിച്ച് കരിയറിൽ ഇതുവരെ ഗോൾ സ്കോറിംഗ് തെളിയിച്ചിട്ടില്ല. ആൻഡ് നൗ ഹീസ് പാസ്റ്റ് 27. അത് പുള്ളിയുടെ ഒരു സ്കിൽ സെറ്റ് അല്ല. അത് വി ഡോണ്ട് നീഡ് ടു എക്സ്പെക്ട് ദാറ്റ് ഫ്രം ഹിം. വാട്ട് വി നീഡ് ടു എക്സ്പെക്ട് ഫ്രം ഹിം ഇസ് ആ അസിസ്റ്റ് ആലി. കാരണം ഹീസ് നോട്ട് എ പ്രൊലിഫിക് അസിസ്റ്റ് മേക്കർ ഓൾസോ. നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു സീസണിൽ 6 or 7 അസിസ്റ്റേ ഉള്ളൂ, ബട്ട് ഹീസ് കേപ്പബിൾ ഓഫ് ഗിവിംഗ് ദോസ് അസിസ്റ്റ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മേ ബി ഒരു 10 to 15 അസിസ്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് കുഡ് മേക്ക് എ വേൾഡ് ഓഫ് ചേഞ്ച്. ആൻഡ് ഓക്കെ, ഒബ്വിയസ്ലി ഷോട്ട് കൂടുതൽ എടുക്കണം. യെസ്, അത് കയറി ഐ മീൻ വി കനോട്ട് എക്സ്പെക്ട് മോർ ഫ്രം ദാറ്റ്. ഇന്നലത്തെ ഷോട്ട് വാസ് ജസ്റ്റ് ബ്രില്യന്റ്. പ്രോബബ്ലി ആ ഷോട്ട് എടുത്തില്ലായിരുന്നെങ്കിൽ മേ ബി വി വുഡന്റ് ഹാവ് വൺ ദാറ്റ് ഗെയിം. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്നലത്തെ ഗെയിം. സോ ഐ ഫീൽ കോവസിച്ച് ഇസ് ദാറ്റ് പ്ലെയർ who we have to depend upon. And maybe Rubenനെ നമുക്ക് കുറച്ചുകൂടി പറയാം that he is a player who can beat players. ആ ക്രിയേറ്റീവ് ഏരിയയിൽ maybe he is lacking because he doesn't give those through balls as much as Kova does. But I feel Kova is the key to our season this season. He's the key player in the midfield for our season, especially because Kante is injured. Brilliant. Shambro, വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ബിഫോർ മൂവിങ് ഓൺ ടു പേഴ്സണൽ സ്റ്റഫ്. നമ്മുടെ ഗ്രഹാം പോട്ടർ ഒരു കാര്യം തെളിയിച്ചിട്ടുണ്ട്, ദാറ്റ് ഹീസ് നോട്ട് അഫ്രൈഡ് ടു മേക്ക് ചേഞ്ചസ് ഓർ അഡ്മിറ്റ് ദാറ്റ് ഹി ഗോട്ട് ഇറ്റ് റോങ് അല്ലേ? അതിപ്പോ നമ്മൾ 2-3 കളികളിൽ കണ്ടുവരുന്നുണ്ട്, ഫസ്റ്റ് ഹാഫിൽ തന്നെയുള്ള ഏർലി സബ്സ്റ്റിറ്റ്യൂഷൻസ്. ബട്ട് അതിന് രണ്ട് രീതിയിൽ കാണാം, ദാറ്റ് ഹി ഡസൻ നോ ദ സ്ക്വാഡ് ഇനഫ്, ഓർ മേ ബി ഹീസ് എന്താ പറയാ ബോൾഡ് ആയിട്ടുള്ള ടാക്ടിക്കൽ ഡിസിഷൻസ് എടുക്കുന്ന ഒരാളാണ്. വാട്ട് വേ ഡു യു തിങ്ക് യു ആർ ലീനിങ്? എനിക്ക് തോന്നുന്നത് പോട്ടർ, ഐ തിങ്ക് ഐ ഓൾവേസ് ഹേർഡ് പോട്ടർ വരുന്ന മുമ്പ് നമ്മളിങ്ങനെ കേട്ടാണ്, പോട്ടർ ഇസ് എ വെരി റിയാക്റ്റീവ് മാനേജർ. ഒബ്വിയസ്ലി ഫുട്ബോൾ നമ്മൾ റിയാക്റ്റീവ് ആയിരിക്കണം, ബിക്കോസ് വി കനോട്ട് ബി ഓൾവേസ് പ്രൊആക്റ്റീവ്, റൈറ്റ്? യു ഹാവ് ടു സീ സംതിങ് ആൻഡ് ചേഞ്ച്. ലൈനപ്പിലാണ് വി ക്യാൻ ബി പ്രൊആക്റ്റീവ്, ബട്ട് ഒബ്വിയസ്ലി ഡ്യൂറിംഗ് ദ ഗെയിം വെൻ യു മേക്ക് എ സബ്സ്റ്റിറ്റ്യൂഷൻ അത് ഓട്ടോമാറ്റിക് റിയാക്റ്റീവ് ആണ്. ബട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് 30 minutes അല്ലെങ്കിൽ 36 minutes ആകുമ്പോഴല്ലേ കൊണ്ടുവന്നത് കോവച്ചിനെ. ലൈക്ക് ഇറ്റ് വാസ് ദ വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമൻസസ് ദാറ്റ് ഐ ഹാവ് സീൻ. ലൈക്ക് ഒബ്വിയസ്ലി അതിനേക്കാളും വേഴ്സ്റ്റ് പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അത് അല്ലാന്ന് പറയാനില്ല. ബട്ട് എഗെയിൻസ്റ്റ് യുണൈറ്റഡും കൂടി ആയതുകൊണ്ട് എക്സ്ട്രാ സ്പൈസ് ആണ്, നമുക്ക് എക്സ്ട്രാ ഒരു ഡിമോട്ടിവേഷൻ ആയിപ്പോ അങ്ങനെ കാണുന്നത്. ക്രൗഡ് വാസ് ലൈക്ക് റിയലി സൂപ്പർ ഫ്രസ്ട്രേറ്റഡ്. അവര് ശരിക്കും നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്നു ഫുള്ളായിട്ട്. അപ്പൊ അത് വാട്ട് മൈ ക്വസ്റ്റ്യൻ വാസ് അറ്റ് ദാറ്റ് ടൈം, എന്തിന് ഇത്ര സമയം എടുത്തത് ടു മേക്ക് ദാറ്റ് ചേഞ്ച്? ഓഫ് കോഴ്സ് യു നീഡ് ഒരു ഇപ്പൊ 10 minutes ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. യു വിൽ അലൗ ദ ഗെയിം ടു സെറ്റിൽ ഇൻ. ബട്ട് ഇഫ് ദേ ആർ ലിറ്റിൽ മോർ ക്ലിനിക്കൽ, they could have scored a goal or two maybe at that time. Of course അത്രയും ക്ലിയർ ചാൻസ് ഉണ്ടാക്കിയില്ല, but they were dominating the game. So അത് മേ ബി അതൊരു നൈവിറ്റി ആണ്.
ഒരു ഇൻഎക്സ്പീരിയൻസ് ആണ് ഫ്രം പോട്ടേഴ്സ് ബിഹാഫ്. ബിക്കോസ് ബ്രൈറ്റനിൽ കോച്ച് ചെയ്യുമ്പം even though they are a possession based side, when you're playing against Manchester United or big side, Brighton don't really expect to dominate as much at home, right? അങ്ങനെ അവർ ഡോമിനേറ്റ് ചെയ്ത ഗെയിംസ് ഉണ്ട്, അവർ ജയിച്ചിട്ടുമുണ്ട്. ബട്ട് ഇൻ എ സെൻസ് അതല്ലല്ലോ എക്സ്പെക്ട് ചെയ്യണത്. സോ ഹി ക്യാൻ മേക്ക് ദോസ് ചേഞ്ചസ് ആൻഡ് ഹി ക്യാൻ മേക്ക് സം ചേഞ്ചസ് മിഡ് വേ. ബട്ട് ഇങ്ങനെ ഒരു ഹൈ പ്രൊഫൈൽ ഗെയിമിൽ ഐ തിങ്ക് ഹി ഷുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് യുണൈറ്റഡിന്റെ ഗെയിം ടോട്ടനമായിട്ട് കളിച്ച എങ്ങനെയാണ്. ദേ വർ പ്രസിംഗ് ദം കംപ്ലീറ്റ്ലി. ടോട്ടനം പോർ ആണെങ്കിലും ദേ വർ പോർ, ബട്ട് ദേ മേഡ് ടോട്ടനം പോർ ആക്ച്വലി യുണൈറ്റഡ്. And their midfielders are pressing, and Eriksen was on Jorginho. Jorginho couldn't do anything. Ruben was poor in that game as well. അപ്പം ഐ തിങ്ക് ഒബിയസ്ലി ഇൻ ഹൈൻസൈഡ് വി ക്യാൻ സേ നമുക്ക് അങ്ങനെ പോട്ടർ അങ്ങനെ ഒരു 2 മിഡ്ഫീൽഡിന് പകരം കോവച്ചിസ് നേരത്തെ ഇറക്കായിരുന്നു എന്ന് പറയായിരുന്നു. ബട്ട് അഗെയിൻ ഇറ്റ്സ് ബിറ്റ് ഓഫ് ബോത്ത് ആക്ച്വലി. വൺ, പോട്ടർ ഇവൻ ദോ ഇസ് എൻ എക്സ്പീരിയൻസ് കോച്ച്, എലീറ്റ് ലെവലിൽ പുള്ളിക്ക് എക്സ്പീരിയൻസ് ലാക്കിംഗ് ആണ്. സോ ബിഗ് ഗെയിംസിൽ ഐ തിങ്ക് ഹി വിൽ സ്ട്രഗിൾ ഇനീഷ്യലി ഫോർ ഷുവർ. നമുക്ക് November 6 ആർസണൽ ഗെയിം വരുന്നുണ്ട്. That's a tough game as well. So big games, I think it's not like what he was at Brighton. I mean, Brighton traditionally big sides ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ 2-3 സീസൺസ് ആയിട്ട് നാട് കളിക്കുന്നുണ്ട്. ലൈക്ക് they played well against us. യുണൈറ്റഡ് തോപ്പിച്ചിട്ടുണ്ട്, ആർസണൽ തോപ്പിച്ചിട്ടുണ്ട്, ലിവർപൂൾ തോപ്പിച്ചിട്ടുണ്ട്. But still, I think coming to Chelsea, that big game will be even more significant because he will be up against coaches who understand the big game more. He's not like an underdog. മനസ്സിലായില്ല. അപ്പൊ ആ ഒരു ഷിഫ്റ്റ് ഓഫ് മെന്റാലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അത് he will learn for sure. അത് നമ്മൾ ഇത് ട്രാൻസിഷൻ ആണ്, ഈ പ്രോസസ്സാണ്. ഇതുപോലെ കുറെ ഫ്രസ്ട്രേറ്റിംഗ് ഗെയിംസ് കാണേണ്ടി വരും നമ്മൾ. അപ്പൊ അതൊരു ഫോർ വാർണിംഗ് ആയിട്ടാണ് യുണൈറ്റഡ് ഗെയിം നമ്മൾ കണ്ടത് ആക്ച്വലി. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് എ ബിറ്റ് ഓഫ് ബോത്ത് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ. He's ready to make the changes also. He will make the changes. He's reactive in that regard. Before moving away from the topic, ഒരു കാര്യം, because you were at the bridge, യുണൈറ്റഡിന്റെ കളിയിൽ when we considered what was the mood like, because I can only expect, I can only imagine അവിടെ എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ സംഭവിക്കാറുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മൾ കളി ടെലിവിഷനിൽ കാണുമ്പോൾ നമ്മൾ കുറെയൊക്കെ നമുക്ക് ഫ്രസ്ട്രേഷൻ നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റും. ലൈക്ക് ആസ് ഇൻ സെൻസ് ലൈക്ക് വി ആർ ഓക്കെ എക്സ്പെക്ടിങ്, ബട്ട് വെൻ വി ആർ അറ്റ് ദ ഗ്രൗണ്ട് നമ്മൾ അത്ര ഹൈ പ്രൊഫൈൽ നമ്മൾ ആക്ച്വലി ഫുൾ ത്രൂ ഔട്ട് ദ ഗെയിം വി ആർ ഓൾ ഫ്രസ്ട്രേറ്റഡ്. ഐ വാസ് സിറ്റിംഗ് വിത്ത് സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സ്. അവർ നല്ല ഫ്രസ്ട്രേറ്റഡ്, ഞാൻ ഫ്രസ്ട്രേറ്റഡ്, പച്ചത്തെറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അവിടെ നിന്ന്. റെഫറിയുടെയും അവിടുത്തെ പ്ലേയേഴ്സിനെയും വരാൻ ഇഞ്ചേർഡ് ആയപ്പോഴും എസ്പെഷ്യലി ബ്രൂണോ ഫെർണാണ്ടസിനെയും. അപ്പൊ ഇവൻ ദെൻ വി സ്കോർഡ്. നമ്മൾ ജോർജിനോ പെനൽറ്റി സ്കോർ ചെയ്യുമ്പോൾ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ലൈക്ക് ഔട്ട് ഓഫ് ദ ബ്ലൂ. നമ്മൾ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ബട്ട് വേർ വി ആക്ച്വലി ക്രിയേറ്റിംഗ് ക്ലിയർ കട്ട് ചാൻസ്? ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പം ഇറ്റ് വാസ് ലൈക്ക് ഗോൾ വാസ് ഔട്ട് ഓഫ് ദ ബ്ലൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, ബിക്കോസ് ഇത് ഒരു അങ്ങനത്തെ ഒരു ഗെയിം ആയിരുന്നു. യുണൈറ്റഡ് ഡിഡ്ന്റ് ഡിസേർവ് ടു ലൂസ് ആൻഡ് ദേ കുഡ് കം ബാക്ക്. ആൻഡ് എന്തോ അവര് അവസാനം കുറച്ച് മിനിറ്റ്സ് ഒക്കെ അവർ അത്യാവശ്യം നല്ല ക്രോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. Kepa had to save make a few good saves. It was almost like it had to be that equalizer. അത് ലാസ്റ്റ് മിനിറ്റ് വന്ന ശേഷം ക്രൗഡ് ശരിക്കും ഡൗൺ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഒരു എന്താണ് ചങ്ക കുറച്ച പോലെ ആയിപ്പോയി ആക്ച്വലി. ശരിക്കും ഡിസപ്പോയിന്റഡ് ആയിപ്പോയി, ഗട്ടഡ് ആയിപ്പോയി ആക്ച്വലി. സോ ഇറ്റ് വാസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് മിനിറ്റ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് ബട്ട് ഇൻ ദി എൻഡ് ഓവറോൾ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ ഇറ്റ് വാസ് എ ഡിസേർവ് ഡ്രോ ഫോർ യുണൈറ്റഡ്. കാരണം വി ഡിഡ്ന്റ് ഡിസേർവ് ടു വിൻ ദാറ്റ് ഗെയിം. ആൻഡ് സോറി ടു സേ ദാറ്റ്, ബട്ട് ദാറ്റ് ഇസ് ദ ട്രൂത്ത്. ബട്ട് ശരിക്കും ഫ്രസ്ട്രേറ്റിംഗ് ഗെയിം തന്നെയാണ്. ഇനി ഇത് November 6 കാണാൻ പറ്റുമോ അറിയില്ല ആർസണൽ ഗെയിം. ബട്ട് ഇതുപോലെ ഗെയിം ആണെങ്കിൽ പിന്നെ നല്ല ഫ്രസ്ട്രേഷൻ തന്നെയാണ്. നമ്മൾ ആക്ച്വലി അജിത് വി കൻ റിലേറ്റ് അല്ലേ, കാരണം നമ്മള് സ്ക്രീനിങ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുള്ളതാണ്. വീട്ടിലിരുന്ന് കാണുന്ന സമാധാനത്തിലാണ് കാണുന്നത്. പക്ഷെ സ്ക്രീനിങ്സിൽ 5-6 പേരുടെ കൂടെ ഇരിക്കുമ്പോ നമ്മുടെ എല്ലാ ഫീലിംഗും, ഇപ്പൊ സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഇറ്റ് ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ്. ഇപ്പൊ we can only imagine അല്ലേ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ ഒരു ഹൈ പ്രൊഫൈൽ ഗെയിം when we are leading at the 87. ഞാൻ ആക്ച്വലി ആ പെനൽറ്റി റെഫറി അവോർഡ് ചെയ്തപ്പോഴത്തേക്കും ഫസ്റ്റ് ഞാൻ ആരുടെ പറഞ്ഞെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഒരു 5-8 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടായാൽ മതിയായിരുന്നു ആ പെനൽറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെന്തായാലും 1-1 പോകുന്നതെന്നുള്ള ഒരു കസിമയുടെ ഹെഡർ തന്നെ പോസ്റ്റ് തട്ടിട്ടൊക്കെ അല്ലേ അങ്ങോട്ട് വന്നത്. ഇത് ഗോളാണെന്ന് നമുക്കറിയില്ല. ഞാൻ ആ എൻഡിൽ ഇരിക്കണേ മാത്തവാടികളില്ല. ഇത് ഗോള്, അത് ഇവന്മാര് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവണ ഗോളാണെന്ന്. അപ്പൊ ഓൾമോസ്റ്റ് ഗട്ടറാണ്. ഞാൻ വെച്ചു കെപ്പ സേവ് ചെയ്തിട്ട് പോസ്റ്റ് ഇട്ടിട്ട് എവിടേക്ക് പോയതാണ് ഞാൻ വിചാരിച്ചത്. അതാ അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നതായിരുന്നു, എനിക്ക് മാത്രമാണോ ഫീൽ ചെയ്തത് ദാറ്റ് വി വർ ഗോണ യുണൈറ്റഡ് എന്തായാലും ഗോൾ അടിക്കും എനിക്ക് ഉറപ്പായിരുന്നു? അജിത്തിന് അങ്ങനെ തോന്നിയായിരുന്നു? ഡെഫിനറ്റ്ലി ഇതിന് മുമ്പ് തന്നെ ഗോൾ അടിക്കുന്ന വിചാരിച്ചത്. പിന്നെ ആദ്യത്തെ ഹാഫിൽ തന്നെ ആന്റണിക്ക് കിട്ടിയ ചാൻസ്, യൂഷ്വലി ദാറ്റ് ഇസ് എ ഗോൾ. ലൈക്ക് ഈ യുണൈറ്റഡിന് സ്പെഷ്യാലിറ്റി ഉണ്ട്, അവർക്ക് എന്തോ 1 ഷോട്ട് 1 ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരു കഴിവുണ്ട്, എസ്പെഷ്യലി ഇൻ ദ ബിഗ് ഗെയിംസ് ലൈക്ക് ദിസ്. എന്തോ ഭാഗ്യത്തിന് ദ ഗെയിം ഗോട്ട് എസ്പെഷ്യലി വിത്ത് അസ്. ആൻഡ് ഈ സ്റ്റാറ്റ് തന്നെ കേൾക്കുമ്പോൾ തന്നെ ലാസ്റ്റ് വി വൺ വിത്ത് ദം ഇൻ പ്രീമിയർ ലീഗ് ബാക്ക് ഇൻ 2017.
അത് കഴിഞ്ഞ് ഡ്രോസ് ആൻഡ് ലോസസ് ഉണ്ടായിട്ടുള്ളൂ. ഐ തിങ്ക് ദ വിന്നർ വാസ് ഫ്രം മൊറാട്ട. അത്രക്കും മോശമാണ് ഇപ്പൊ അതെ 1-0 വിക്ടറി ആയിരുന്നു മൊറാട്ട. ആക്ച്വലി there is a അതായത് യുണൈറ്റഡ് വെൻ they were at their best, അതായത് അവരുടെ ലെജൻഡറി സമയത്ത് ചെൽസി യൂസ് ടു ബി their ബോഗി ടീം. ആൻഡ് ഇപ്പോഴും ഒരു സ്റ്റാറ്റ് ഉണ്ട്, യുണൈറ്റഡ് ആണ് ഇപ്പൊ ഐ മീൻ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ക്ലബ്ബ് യുണൈറ്റഡ് ആണ്. അപ്പോ obviously they have scored more goals against all their opponents ഇൻഡിവിജ്വൽ നോക്കുമ്പോൾ. പക്ഷെ ചെൽസിക്കാണ് യുണൈറ്റഡ് മാച്ചിന് അഗേൻസ്റ്റ് വരുമ്പോൾ യുണൈറ്റഡിനേലും കൂടുതൽ ഗോൾ ഡിഫറൻസ് ഉള്ളത്, വിച്ച് മീൻസ് വീവ് ഹിസ്റ്ററിക്കലി ബീൻ ദ ബെറ്റർ ക്ലബ്. പക്ഷേ അഗേൻസ്റ്റ് ദെയർ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഫാൻസ് എല്ലാവരും പറഞ്ഞത് എന്ത് ടീമാ, കുറെ വർഷമായിട്ട് ആ മോശാവസ്ഥയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന യുണൈറ്റഡിനെ നമുക്ക് തോപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോ ഐ മീൻ വി സ്പെൻഡ് 20 minutes ടോക്കിംഗ് അബൌട്ട് നമ്മളുടെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഗെയിം അഗേൻസ്റ്റ് ആരായിരുന്നു, Salzburg and United. Yeah, now moving over to some personal stuff. First question to Ajit. Ajit, how did you become a Chelsea fan? പെട്ടെന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഐ വാസ് എ ബിഗ് ഫാൻ ഓഫ് ടോറസ്. ലൈക്ക് ഞാൻ വേൾഡ് കപ്പ് 2010 വേൾഡ് കപ്പിലാണ് ഫുട്ബോൾ ഫാൻ ആവുന്നത്. സോ ആ വേൾഡ് കപ്പില് ടോറസ് ഒന്നും കളിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ടോറസ് എന്ന പ്ലെയറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ വെൻ ചെൽസി സൈൻ ടോറസ്, ദാറ്റ് ഇസ് ദ ടൈം ഐ സ്റ്റാർട്ടഡ് വാച്ചിങ് ചെൽസി ടു സീ ടോറസ്. പക്ഷെ ടോറസ് കളിക്കുന്നില്ല, ഐ മീൻ ഈസ് നോട്ട് പ്ലേയിങ് വെൽ. And then after that I started watching more and more games, and by chance it was that magical season where we reached 2012 final, UCL final, and all of that journey, Drogba scoring in the game at Bridge against Barcelona. അപ്പോഴാണ് ഞാൻ കംപ്ലീറ്റ്ലി ചെൽസി ഫാൻ ആയിട്ട് മാറുന്നത്. ആൻഡ് ഐ സോ ദാറ്റ് എപ്പിക് ഗെയിം, ദാറ്റ് 2-2 ഗെയിം ചെൽസി വേഴ്സസ് ബാഴ്സലോണ at the Camp Nou. അത് കണ്ടപ്പോ പിന്നെ that was like done, this is my team. അപ്പോ ടോറേസിലൂടെ നമ്മളുടെ ചാമ്പ്യൻസ് ലീഗ് ജേണി കണ്ടാണ് അജിത്ത് ചെൽസിയുടെ ലോകത്തേക്ക് വന്ന് കയറിയത്. അങ്ങനെ നമുക്ക് നല്ലൊരു ചെൽസിക്കാരനെ കിട്ടി അതിലൂടെ. സ്പീക്കിംഗ് ഓഫ് നല്ലൊരു ചെൽസിക്കാരൻ, ജിത്തു ആഡിങ് യു, റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം ദ UK. ഹലോ, ടോർസിന്റെ എന്തോ ഞാൻ കേട്ടായിരുന്നു, കുറച്ച് കട്ടായി പോയി. ഇനി നിന്റെ കഥ പറഞ്ഞോ. ടോറസ് ആയിരുന്നോ ഡിസ്കഷൻ? ടോറസ് അല്ല ഡിസ്കഷൻ, ഹൗ ഡിഡ് യു ബിക്കം എ ചെൽസി ഫാൻ, അതാണ് ഡിസ്കഷൻ. ആണോ? അപ്പൊ വേറെ ടോറസ് ഫാൻസ് ഉണ്ടോ? ഞാനൊരു ഹാർഡ് കോർ ടോറസ് ഫാനാണ്. പക്ഷെ ചെൽസി ഫാൻ ആയത് വേറൊരാളുടെ ഇതുകൊണ്ടാണ്, മൈക്കിൾ ബാലാക്ക്. പിന്നല്ല, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. എനിക്ക് എന്റെ ഓർമ്മ ശരി, ഫസ്റ്റ് കാണുന്ന ഒരു ഫുട്ബോൾ മാച്ച് എന്ന് പറഞ്ഞാൽ 2001 വേൾഡ് കൺഫെഡറേഷൻസ് കപ്പ് ഫൈനൽസ് ആണ്. ബ്രസീൽ ജർമ്മനി ഫൈനൽസ്. അത് ജർമ്മനി തോറ്റു. പക്ഷെ മൈക്കിൾ ബാലാക്ക് എന്ന് പറഞ്ഞ പേര് ആ കമന്റേറ്റർ ഗോൾ അടിക്കുമ്പോൾ പറയണ ഒരു പവറും, എനിക്കറിയില്ല അന്ന് ഫുട്ബോളിനെ പറ്റിയൊന്നും. 2001 ആണ്. അച്ഛൻ്റെ കൂടെ ഇരുന്ന് എന്തോ കളി കണ്ടോണ്ടിരിക്കുക. അപ്പൊ മൈക്കിൾ ബാലാക്കിന്റെ ആ കളി കണ്ടിട്ട് അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പ്രീമിയർ ലീഗ് കുറച്ച് കഴിഞ്ഞാണ് കാണാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ബലാക്ക് ചെൽസിയിൽ, അതിനു മുമ്പ് ടീമൊന്നും ഉണ്ടല്ലോ, ജസ്റ്റ് കളി കാണും. ബലാക്ക് ചെൽസിയിൽ വന്നു എന്ന് അറിഞ്ഞപ്പോ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇറ്റ് സ്റ്റാർട്ടഡ്. ബട്ട് കുറച്ച് ഒരു 2008-2009 ഒക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. ആ യുണൈറ്റഡ് ആയിട്ടുള്ള റൈവൽറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് ചെൽസിയുടെ മാച്ച് മാത്രമായി കാണുന്നത്. പിന്നെ ബാക്കിയുള്ള മാച്ചസ് ആയിരുന്നു നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ യൂഷ്വലി ചെൽസി മാച്ച് പിന്നെ അതിന് റെഗുലർലി ഫോളോ ചെയ്യാൻ തുടങ്ങി. 2012 ഒക്കെ എന്ന് പറയണത് ആ ചാമ്പ്യൻസ് ലീഗ് അടിച്ച ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു ഫുട്ബോൾ മാച്ച് എന്നിട്ട് കരയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. അത്ര ഒരു ഇതായിരുന്നു. ഞാൻ ഒരു ഹാർഡ് കോർ സ്പാനിഷ് ഫുട്ബോൾ ഫാൻ കൂടിയാണ്. ആ 2010 സ്പെയിൻ വേൾഡ് കപ്പ് ജയിച്ചു. പക്ഷെ അത് ജയിക്കുന്ന എനിക്കറിയായിരുന്നു, ലൈക്ക് അത്രയും ചാൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ 2012 ചെൽസി UCL അടിച്ചെന്നത് ആ ദിവസം ഒരു ചെൽസി ഫാനും മറക്കില്ല.
ആരോട് ചോദിച്ചാൽ പോലും അന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ജയിച്ചാണ്. പക്ഷെ ഇറ്റ്സ് ആ ഡെസ്റ്റിനി. നമ്മൾ ഇത്രയും നാള് ഇത്രയും ഡ്രോഗ്ബ, ലാംപാർഡ്, ടെറി ഇത്ര നാൾ ഇവർ കളിച്ചതിൽ ഒരു UCL കിട്ടിയില്ല. പക്ഷെ ആ ഒരു ഡെസ്റ്റിനി അറ്റ് ദി എൻഡ് ഓഫ് ദ കരിയർ ആ ഒരു ടൈമിൽ വന്ന് നമുക്ക് കിട്ടി. അതെല്ലാം എല്ലാരും ഡിസേർവ് ചെയ്യണ ഒരു സംഭവമായിരുന്നു, ഈവൻ ഫാൻസ് ആൻഡ് പ്ലേയേഴ്സ്. ഇല്ലെങ്കിൽ വലിയൊരു നഷ്ടമായി പോനെ. കാരണം ഡ്രോഗ്ബ, ലാംപാർഡ് എന്നൊക്കെ പറഞ്ഞ പ്ലേയേഴ്സിന് ഒരു UCL കിട്ടിയില്ല എന്ന് ആ ഒരു പറഞ്ഞാൽ ആ ഒരു ജനറേഷനെ ക്യാപ്പ് ഓഫ് ചെയ്യാനായിട്ട് അതിലും വലുതൊന്നും സംഭവിക്കാനുണ്ടായില്ല. സോ അതെ, മൂവിംഗ് ടു യുവർ ജേർണി പ്ലീസ്. ഷുവർ. ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെക്കാളും മുമ്പ് കാണാൻ തുടങ്ങിയതാണ്. ബിക്കോസ് വേറെ ഒന്നല്ല, അത്രയും പ്രായതുകൊണ്ടാണ്. അപ്പോ ഓജിയാണ്. ചെൽസിനെ എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി ഒരു പ്ലെയറിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതല്ല. ചുരുക്കി പറയുകയാണെങ്കിൽ സോള ഞാൻ ഇറ്റലി ഫാൻ ആയിരുന്നു. അപ്പം സോള നാഷണൽ ടീമിന് അത്രയും വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു സോള പ്ലെയർ. അപ്പൊ ഫസ്റ്റ് പ്രീമിയർ ലീഗ് മാച്ച് ഞാൻ കണ്ടത് ഐ തിങ്ക് ദാറ്റ് വാസ് ഓൺ സ്റ്റാർ സ്പോർട്സ് സംതിങ്, ഏതോ ഫ്രണ്ടിൽ വിട്ട് സംതിങ് വാസ് ചെൽസി വാസ് ഐ തിങ്ക് സണ്ടർലാൻഡ് സംതിങ്. അപ്പൊ ചെൽസിനെ പറ്റി അറിഞ്ഞു. ഓഫ് കോഴ്സ് യുണൈറ്റഡിന് ബാക്കി ടീംസിനെ പറ്റിയൊക്കെ അന്ന് അറിഞ്ഞായിരുന്നു. ബട്ട് പ്രോപ്പർ മാച്ച് കണ്ടത് 2003 നമ്മളുടെ ഫേമസ് മാച്ച് വേഴ്സസ് ലിവർപൂൾ, when Desai scored and we won 2-1 the year before Abramovich took over. That was a match that decided our fate. So അതാണ്. സോ അങ്ങനെ ഒരു ലക്ക് ഉണ്ടായി കാണാനായിട്ട്. പിന്നെ ഓഫ് കോഴ്സ് മൊറീനിയോ, റെനിയറുടെ സീസൺ അത്യാവശ്യം നല്ലത് കണ്ടായിരുന്നു. വെൻ വി ബീറ്റ് വൂൾസ് ഫൈനൽ അറ്റ് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ്, അതാണ് ഒരു ഏർലിയസ്റ്റ് മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഓഫ് കോഴ്സ് ബിക്കേം എ ഫാൻ. ആൻഡ് എനിക്ക് ജസ്റ്റ് ഒരു പ്ലെയർ ആയിട്ട് അങ്ങനെയില്ല, ലാംപാർഡ് വാസ് മൈ ഫേവറേറ്റ് പ്ലെയർ. ബട്ട് ഫോർ മീ ഐ സ്റ്റാർട്ട് ഫോളോയിങ് ചെൽസി സംഹൗ അങ്ങനെ വന്നു. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്റെ ജേർണി പറയുകയാണെങ്കിൽ, ഞാൻ ജിത്തു പറഞ്ഞ പോലെ 2002 വേൾഡ് കപ്പില്, ജിത്തു കണ്ടതിന് ഒരു വർഷം ശേഷം വേൾഡ് കപ്പിലെ ഫസ്റ്റ് കളിയാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടൊരു ഫുട്ബോൾ കളി കാണുന്നത്. അത് ദാറ്റ് വാസ് എ ഗെയിം ബിറ്റ്വീൻ ജർമ്മനി ആൻഡ് സൗദി അറേബ്യ. ഇന്നും വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഹൈയസ്റ്റ് 2002 വേൾഡ് കപ്പ് 8-0 എനിക്ക് ഓർമ്മ, ഞാൻ കണ്ടത് ക്ലോസ് ഹാട്രിക് അടിച്ചത്. ആ കളിയിലാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ആക്ച്വലി ജർമ്മൻ ഫാൻ ആയത് ആ സമയം. ഞാൻ ഇതാണ് ഫുട്ബോൾ, കൊള്ളാല, 5-8 ഗോളാ. പിന്നെ ഐ തിങ്ക് ദാറ്റ് ഗെയിം റൂയിൻഡ് മൈ എൻറ്റയർ ലൈഫ്. കാരണം ഞാൻ വിചാരിച്ചു 1-0 എന്തൊരു കൊള്ളാം, ആ ഒരു സംഭവം വരുന്നത് അപ്പൊ തൊട്ട്. പിന്നെ ഞാൻ മൈക്കിൾ ബാലാക്കിനെ ഫോളോ ചെയ്ത് തുടങ്ങി ആക്ച്വലി പിന്നെ ഒരു വലിയ ബ്രേക്ക് ആയിരുന്നു. പിന്നെ എനിക്ക് ഈ ക്ലബ് ഫുട്ബോൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലും അറിയില്ലാത്തൊരു സമയത്തായിരുന്നു 2004 എൻ്റെ കസിൻസും ഫ്രണ്ട്സും എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങിയോ, ഫൈനൽ വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ഫൈനല്? FA കപ്പ് ഫൈനല്. ആരൊക്കെ, എന്താണിത്? മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആർസണൽ. ഞാൻ പറഞ്ഞു ആരാണ് ഇവരൊക്കെ, ഇത് ഏത് രാജ്യം? ഒന്നും അറിയാൻ പാടാത്ത പ്രായമാണല്ലോ. അപ്പോഴാ പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ക്ലബ് ഫുട്ബോൾ ഉണ്ട്, നമ്മൾ വേൾഡ് കപ്പിൽ കാണുന്ന ആൾക്കാരെല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു കൊള്ളാലോ, അന്ന് ഈ കളിയൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച്. അപ്പൊ എല്ലാവരും ചോദിക്കണം നീ ഏത് ടീമാ. ഞാൻ പറഞ്ഞു എനിക്ക് ടീമൊന്നുമില്ല. അപ്പൊ നോക്കുമ്പോ ചോദിക്കണവരെല്ലാവരും ആർസണലാണ്. സംഹൗ എല്ലാവരും ആർസണലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം, നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ആ കളി വളരെ നല്ലൊരു കാരണം കൊണ്ട് സ്കോൾസ് പെനൽറ്റി ഷൂട്ടൗട്ട് മിസ് ചെയ്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ കളി തോക്കുകയാണ്, ആർസണൽ ജയിക്കുകയാണ്. അപ്പൊ ഞാൻ വൃത്തികെട്ട ക്ലബ്, ഒരു ദിവസം സപ്പോർട്ട് ചെയ്തിട്ട് അതിനും ഒരു ഗുണം ഉണ്ടായില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ നിർത്തി. ആ ഗോളെങ്ങാനും സ്കോൾസ് അടിച്ച് ആ കളി ജയിച്ചാർന്ന് വെച്ചെങ്കിൽ സാധനമേ മാറിയാൻ എന്റെ ലൈഫ്. അതെ, വേറെ കൂടെ തിരിഞ്ഞാൻ. പക്ഷെ പിന്നെ സംഭവിക്കുന്നത് 2006 വേൾഡ് കപ്പ് ജർമ്മനിനെ പിന്നെയും സപ്പോർട്ട് ചെയ്യുന്നു. ആ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ന്യൂസ് വരാണ് മൈക്കിൾ ബാലാക്ക് ഇസ് മൂവിങ് ടു ചെൽസി. Then that is it, sealed, delivered, here we go. So ആ ഒരു ടോപ്പിക് കഴിഞ്ഞു. ഇനി മൂവിങ് ഓവർ ടു another important topic, ചെൽസി ഹിസ്റ്ററിയിൽ. അജിത്ത്, what is your favorite goal? And you can't say മറ്റേ ഡ്രോഗ്ബയുടെ ഹെഡർ ഓർ കായ് ഹാവേർട്സ് വിന്നർ, മെയിൻ സ്ട്രീം അല്ലാത്ത one that is always with you in memory. അത് കുറച്ച് ആലോചിക്കേണ്ടി വരുമല്ലോ. ഇൻ റീസെന്റ് ടൈംസ് ഒന്നുമില്ല, ആക്ച്വലി ഓൾഡ് തന്നെ നോക്കേണ്ടി വരും. പറഞ്ഞോളൂ. ഡിഫിക്കൽട്ട് ടു പിക്ക് വൺ. സ്ക്രീമേഴ്സ് അറിയാലോ, ഐ തിങ്ക് HCNന്റെ ഗോൾ അഗൈൻസ്റ്റ് ആർസണലായിരുന്നു. ബാഴ്സലോണ ഉണ്ട്. I think against Arsenal. ആ ഗെയിം ഞാൻ ലൈവായിട്ട് കണ്ടിട്ടില്ല, ബട്ട് ദാറ്റ് ഗോൾ ഐ ഹാവ് സീൻ സോ മെനി ടൈംസ്. ഞാൻ നല്ലോണം അഡ്മയർ ചെയ്യുന്ന ഒരു ഗോളാണ്. സംതിങ് ലൈക്ക് മീൻസ് ഗെയിം സിറ്റുവേഷൻ ഒന്നും എനിക്ക് അറിയില്ല, പക്ഷെ SCN was one player who, you know, keeps scoring those kind of goals.
ആൻഡ് ഒരു ഗെയിം സിറ്റുവേഷൻ ഐ തിങ്ക് ആ 1-0 ആയിരുന്നു 1-1 ആക്കി. ആ സമയത്ത് ടോപ്പ് 4 അതായത് സോറി ചെൽസി, ആർസണൽ, യുണൈറ്റഡ്, ലിവർപൂൾ ഇവന്മാര് തമ്മിൽ Big കളിച്ചു four. കഴിഞ്ഞാൽ ഡ്രോ ആണ്, ഉറപ്പായിട്ടും ഡ്രോ ആണ്. ഇറ്റ് വിൽ ബി ഐദർ 1-1 ഓർ 2-2 3-3 വരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ ഗെയിം സിറ്റുവേഷനിൽ ഐ തിങ്ക് ആർസണൽ വാസ് ലീഡിങ് ആൻഡ് 1-0 ലീഡിംഗ് ആയിരുന്നു. ആൻഡ് വി വെറന്റ് പ്ലേയിങ് വെരി ഗുഡ് ഓൾസോ. നമ്മൾ ആ ഒരു മാജിക് മൊമെന്റിൽ 1-1 ആസ് യൂഷ്വൽ ഒരു കളി അങ്ങ് പിടിച്ചു. ശ്യാം ബ്രോ, യുവർ ഫേവറേറ്റ് ഗോൾ? ഓക്കെ, നമ്മൾ ഈ ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷണൽ ഗോൾസ് അല്ലാത്തൊരു ഗോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറെ ഗോൾസ് ഉണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് മെമ്മറി പറഞ്ഞ ഗോൾ പറഞ്ഞാണ് തിയാഗോയുടെ ഗോള്. തിയാഗോ ഇല്ല, നമ്മൾ 2005 നമുക്ക് മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു തിയാഗോ. ഹി നെവർ സ്കോർഡ് ഗോൾ. ഓൾഡ് ട്രാഫേർഡിൽ വെച്ചിട്ട് 3-1 ഐ തിങ്ക് 3-1 ആക്കാനാണോ 2-1 ആക്കാനാണോ ഐ ഡോണ്ട് റിമെമ്പർ. ലൈക്ക് ഒരു ലോങ് റേഞ്ച് ഗോൾ. ആ ഗോൾ കഴിഞ്ഞിട്ട് ആ റിയാക്ഷൻ മൊറീനിയോടെ ഹി വാസ് ലൈക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ. ആ ഒരു ഗോളാണ് എനിക്ക് ലൈക്ക് പെട്ടെന്ന് മെമ്മറിയിൽ വന്നത്, ലൈക്ക് നോൺ കൺവെൻഷണൽ. ബട്ട് ദേ ഓബിയസ്ലി ലോട്ട് ഓഫ് ഗോൾസ്. എസ് എന്റെ ഗോളൊക്കെ ഞാൻ ഇന്ന് ഓടി സെലിബ്രേറ്റ് ചെയ്തതാണ് ആക്ച്വലി, ആസ് അജിത് സെഡ്. അത് സൂപ്പർ ഗോൾ ആയിരുന്നു. ബട്ട് ദിസ് ഗോൾ വാസ് ലൈക്ക് ഔട്ട് ഓഫ് ദ ബ്ലൂ ആൻഡ് തിയാഗോ അതൊരു എക്സ്പെക്ട് ചെയ്തില്ല. അപ്പം ദാറ്റ് സിഗ്നിഫൈ നമ്മൾ ഓൾഡ് ട്രാഫിഡിൽ പോയിട്ട് 3-1 ജയിക്കാൻ. അന്നത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വർ ലൈക്ക് സെക്കൻഡ് ബെസ്റ്റ് ടീം ആഫ്റ്റർ ആർസണൽ. ആൻഡ് ദെൻ ദാറ്റ് സീസൺ വി വോൺ ദ ലീഗ് ആൻഡ് യുണൈറ്റഡ് വേർ ലൈക്ക് നത്തിങ് ഫോർ അസ് അൺലൈക്ക് ദ ടൈംസ് നൗ. സോ അപ്പോ അത് ഒരു പെട്ടെന്ന് വന്നൊരു ഗോളാണ് മെമ്മറിയിൽ. ഇത് പറയുമ്പോ എനിക്ക് വേറൊരു ഗോൾ ഓർമ്മ വരുന്നത്, ജോക്കോളുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു which won us the title. Yeah, that is like a legendary goal in a way. So that needs to be put inside a frame and അത് കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് ഉണ്ടായി, ബിഫോർ ഹസാർഡ് വി ഹാഡ് ജോക്കോൾ എന്ന് പറഞ്ഞൊരു സാധനം. ആ മൂവ്മെന്റും ഐ തിങ്ക് വിടിച്ചും ഫെർഡിനാൻഡ് അതെ ഒരു രക്ഷയില്ലായിരുന്നു. വിടിച്ച ആ സമയത്തുണ്ടോ? ഫെർഡിനാൻഡിനെയാണ് സ്പിൻ ചെയ്തത്, ആസ് ഇൻ അവൻ ബോൾ ചെസ്റ്റ് ആയിട്ട് പിന്നെ ഡ്രിബിൾ ചെയ്ത് അങ്ങോട്ട് പോയത്, സ്കോർ ചെയ്ത്. ഓക്കെ, മൂവിങ് ഓൺ ടു ജിത്തു, ഫേവറേറ്റ് ഗോൾ? ഗോൾ എന്ന് പറയുന്നത് ഒരു ഗോളും ഒരു മൊമെന്റും പറയും, രണ്ടും വേറെ വേറെ. പക്ഷെ മൊമെന്റ് പറയുകയാണെങ്കിൽ ടോറസിന്റെ ക്യാമ്പിനിൽ അടിച്ച ഗോള് ലാസ്റ്റ് മിനിറ്റ് ബാഴ്സലോണ. കാരണം ബാഴ്സലോണ എന്ന് പറഞ്ഞ ക്ലബിനോട് ഭയങ്കര ഹേറ്റ് ആയിരുന്നു എനിക്ക് 2008 ഇപ്പോഴും ഞാൻ മറക്കില്ല. അതെല്ലാവർക്കും ഹേറ്റ് ആണ്. പ്രത്യേകിച്ച് ആ 2000 മറ്റേ ഫക്കിംഗ് ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അത്ര ഹേറ്റ് ആണ് അവരോട്. എന്നിട്ട് റെഡ് കാർഡ് കിട്ടി, ഒരു ഇതിന്നും നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു ഗെയിം സിറ്റുവേഷനിൽ അങ്ങനെ വന്നിട്ട് എന്നാലും ഞാൻ കളി ജയിക്കാതെ ലൈക്ക് ഒരു സെലിബ്രേറ്റ് ഒന്നും ചെയ്തില്ല. കാരണം ആ ഇനിയസ്റ്റ ഗോൾ അടിച്ചോണ്ട് ലാസ്റ്റ് മിനിറ്റ് എന്ത് സംഭവിക്കാന്നുള്ള രീതിയിലായിരുന്നു. ആ ടോറസിന്റെ ആ ഗോള് സീൽഡ് ഇറ്റ്. ലൈക്ക് അവരുടെ ഫാൻസ് തന്നെ തെറി വിളിച്ച് അവരുടെ തല താഴ്ന്നു ആ സീനായിരുന്നു. കാരണം ഇറ്റ് വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബാഴ്സലോണ ടീം എവർ ആൻഡ് മെസ്സി സ്കോർഡ് 91 goals ഇൻ ദാറ്റ് സീസൺ. അങ്ങനെ ഒരു ടീമിനെ നമ്മൾ 1-man ഡൗണില് ക്യാമ്പ് ന്യൂവിൽ പോയി അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അൺബിലീവബിൾ. അങ്ങനെ ഒരു മൊമെന്റ് ഭയങ്കര ഇതായിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അതൊരു മൊമെന്റ്. പിന്നെ ഗോൾ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഹസാർഡിന്റെ ആൻഫീൽഡിൽ അടിച്ച ഗോൾ ഉണ്ട്. അത് ഞാൻ ആ രാത്രി ഒരു 100-150 പ്രാവശ്യം വീണ്ടും കമന്റിലാറ് പറഞ്ഞിട്ട് വെസ്റ്റ് ഹാം ഗോൾ. എനിക്ക് വേണം വെസ്റ്റ് ഹാം ഗോൾ ഹസാർഡ് അടിച്ചത്, അത് എനിക്ക് വേണം ഇവൻ ബെറ്റർ ആയിരുന്നു കേട്ടോ. ലൈക് ഫ്രം സെന്ററിൽ കൂടെയാണ് അടിച്ചത്. കുറച്ച് പാടായിരുന്നു ആ സമയത്ത്. അതിലെന്തോ 2 നട്ട്മെഗ് ഒക്കെ ഉണ്ടായിരുന്നു. 2 നട്ട്മെഗ് ഉണ്ടായിരുന്നു ബിൽഡപ്പില്. മൊത്തത്തിലൊരു 6 പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ബീറ്റ് ചെയ്ത ആളെ തന്നെ ഒന്നുകൂടെ ബീറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ അടിച്ചത് അതൊരു എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം. അതും കട്ട് ഫിനിഷും ഒന്നും പറയാൻ. ആ ആംഗിളിൽ നിന്ന് പവർ ഷോട്ട് ഇടണം, അത് കിടിലൻ ഗോളാണ്. ജിത്തു ഗോളും മൊമെന്റും പറഞ്ഞു. കാരണം എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫേവറേറ്റ് മാച്ചിലേക്ക് പോകണം. അപ്പൊ ഞാൻ ചെയ്തിട്ട് എന്റെ കാര്യം പറയാം. എന്റെ ഫേവറേറ്റ് ഗോളും എന്റെ ഫേവറേറ്റ് മാച്ചും ഒരു സാധനം തന്നെയാണ്. അത് ദാറ്റ് വാസ് അവർ കംബാക്ക് അഗൈൻസ്റ്റ് നാപ്പോളി. ഒരു സ്യൂഡോ മെയിൻ സ്ട്രീം എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് അതിൽ എന്റെ ഫേവറേറ്റ് ഗോൾ ഇവാനോവിച്ചിന്റെ ഗോളാണ്. എന്തുകൊണ്ടാണെന്നുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് ഐ വാസ് ഗോയിങ് ത്രൂ സം പേഴ്സണൽ ഷിറ്റ് ആൻഡ് ചെൽസി വേർ ഗോയിങ് ത്രൂ വെരി ബാഡ് ടൈംസ്. നമ്മൾ ആ AVB എന്നൊക്കെ വിളിച്ചുകൊണ്ടുവന്ന ആള്
ഭയങ്കരമായിട്ട് കച്ചറ ഉണ്ടാക്കി. അവിടെ നിന്ന് കംപ്ലീറ്റ്ലി സാക്ക് എന്നുള്ള രീതിയിൽ മിഡ് സീസൺ പോവാണ്. ഐ റിമെമ്പർ വെസ്റ്റ് ബ്രോം ആയിട്ടുള്ള എന്തോ കളി 3-1 3-0 എന്തോ തോറ്റതിന് ശേഷം മച്ചാനെ പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും അതിന് മുന്നേ നമ്മള് നാപ്പോളിയിൽ പോയതോ 2-0 3-1 ആയിരുന്നു നാപ്പോളി ഫസ്റ്റ് ലെഗ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ലെഗിൽ കണ്ടത് എന്റെ പൊന്നോ, അതും ആദ്യത്തെ 3 ഗോൾ അടിച്ചത് ഡ്രോഗ്ബ, ലാംപാർഡ്, ജോൺ ടെറി. ഇത്രയും ലെജൻഡറി ഒരു ഗോൾ സ്കോറിംഗ് ലൈനപ്പ് തന്നെ. ആൻഡ് അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ടൈമിൽ വിന്നറായിട്ട് ഇവാനോവിച്ച്. ഇത്രയും ഡോമിനന്റ് ഒരു കംബാക്ക് ഞാൻ എൻ്റെ ലൈഫിൽ പിന്നെ കണ്ടിട്ടില്ല. ഇറ്റ് ഈസ് വൺ ഓഫ് അല്ല, എൻ്റെ മോസ്റ്റ് ഫേവററ്റ് ചെൽസി ഗെയിമാണ്. മെയിൻ സ്ട്രീം അല്ലാത്ത ചെൽസി ഗെയിംസ് ആണ്. ആക്ച്വലി വേണമെങ്കിൽ ഓൾ ടൈം ഫേവററ്റ് എന്ന് തന്നെ വേണേൽ പറയാം. ബിക്കോസ് ദ ഗെയിം അഗൈൻസ്റ്റ് ബയേൺ ആൻഡ് ഗെയിം അഗൈൻസ്റ്റ് മാൻ സിറ്റി ഐ വുഡന്റ് വാച്ച് ബാക്ക് അഗൈൻ. കാരണം ഇറ്റ്സ് ലാംപാർഡ് പോലും പറഞ്ഞിട്ടുണ്ട് ബയൺ മ്യൂണിക് ആയിട്ടുള്ള കളി പുള്ളി പോലും തിരിച്ച് കണ്ടിട്ടില്ല എന്നുള്ളത്. കാരണം അത്രക്കും ഇറ്റ് വാസ് എ ഡിസ്ഗ്രേസ്ഫുൾ അൺഡിസേർവിംഗ് പെർഫോമൻസ് ദാറ്റ് വൺ us the കപ്പ്. പക്ഷെ അതിലേക്ക് എത്തുന്നത് ഇതേപോലത്തെ മാജിക് മൂമെന്റ്സിലൂടെ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഫേവററ്റ് ഗെയിം ആൻഡ് ദ ഫേവററ്റ് ഗോൾ വുഡ് ബി ദാറ്റ് ആ കളി എന്നുള്ളതായിരിക്കും. യെസ്. ആൻഡ് ദെൻ ഇനിയിപ്പോൾ എന്തായിരുന്നു, ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചായിരുന്നു. ബൈ ദ വേ, വിമൻസ് ടീം അപ്ഡേറ്റ്. നമ്മൾ നല്ലോണം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല ഫോമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇന്ന് രാത്രി ഐ തിങ്ക് ഗെയിം ഇസ് ഗോയിങ് ഓൺ റൈറ്റ് നൗ. ഇല്ല, ഇന്ന് രാത്രി 12:30 വ്ളാസ്നിയ എന്ന് പറഞ്ഞൊരു അൽബേനിയൻ ടീമായിട്ട് നമ്മുടെ സെക്കൻഡ് ചാമ്പ്യൻസ് ലീഗ് ഗെയിം നടക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഗെയിം ഭയങ്കര വലിയൊരു ലെജൻഡറി സംഭവമാണ്. ഐ മീൻ വിമൻസ് ഫുട്ബോൾ കട്ടക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഞാൻ നാപ്പോളി ഗെയിം സംസാരിച്ച പോലെ തന്നെ പറയാൻ പോകുന്ന ഒരു ഗെയിം ആയിരിക്കും. PSG ചെന്ന് നമ്മൾ അവരെ 1-0 തോപ്പിച്ചത്. അതിനുശേഷം നമ്മളൊരു ലീഗ് മാച്ച് ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് വ്ളാസ്നിയ ആയിട്ടുള്ള കളിയുണ്ട്. അപ്പോൾ എല്ലാവരും പറ്റുന്ന പോലെ അതും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. യെസ്. അതായത് വിമൻസ് ഫുട്ബോൾ ടീമിന്റെ ഗെയിംസ് ഒന്നും അത്രയും ലൈക്ക് ഐ ഡോണ്ട് വാച്ച് ആസ് മച്ച് ആസ് മെൻസ്. പറ്റുന്ന രീതിയിലൊക്കെ കാണാറുണ്ട്. പക്ഷെ വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ലെജൻഡറി മാച്ചസ്, വിമൻസ് ടീമില് ലെജൻഡറി മാച്ച് ഐ തിങ്ക് നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ എത്തിയ സീസണിൽ സെമി ഫൈനലിൽ വി പ്ലേഡ് ബയൺ മ്യൂണിക് ആൻഡ് നമ്മൾ 3-1 ഡൗൺ ആയിരുന്നു. ആൻഡ് സെക്കൻഡ് ലെഗിൽ വി won 4-1 and that was like an epic comeback. ഹാർഡറിന്റെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു, ഫ്രാങ്ക് കർബിയുടെ ഒരു ഫാന്റാസ്റ്റിക് ഫിനിഷ് ഉണ്ടായിരുന്നു. ഒരു സൂപ്പർ ഗെയിം ആയിരുന്നു ആ ഫുള്ള് കളി. അതിലെ ലെജൻഡറി മൊമെന്റ് മെലനി ലൂപോൾസിന്റെ വിന്നർ ആയിരുന്നു, ഒരു ലോങ് റേഞ്ചർ ഇഫ് ഐ എം നോട്ട് റോങ്. ആൻഡ് ഷീ വാസ് ജർമ്മൻ ഓൾസോ. അപ്പൊ ആ ഒരു ഇമ്പോർട്ടന്റ് കണക്ഷനും കൂടി ആ ഗെയിമിൽ വന്നായിരുന്നു. അതൊരു വല്ലാത്തൊരു കളി തന്നെയായിരുന്നു. പിന്നെ വേറെ ടോപ്പിക്, നമ്മൾ കഴിഞ്ഞ സീസണിൽ ലീഗ് അടിച്ച കളി ദാറ്റ് വാസ് അഗെയിൻസ്റ്റ് യുണൈറ്റഡ്. നമ്മള് അന്ന് ജോക്കോള് കാണിച്ച ആ സെയിം മാസ് കഴിഞ്ഞ സീസണിലെ സീസൺ എൻഡിങ് ദിവസം നമ്മുടെ ഗുറോ മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഗൂറോ റൈറ്റിനും ഫൈനലി സാം കറിന്റെ ചിപ്പ്. ഐ മീൻ ദാറ്റ് ഇസ് എ ലെജൻഡറി മൂവ്മെന്റ് ഇൻ ഇറ്റ് സെൽഫ്. അത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ സംസാരിച്ച സെയിം ഇന്റൻസിറ്റി, സെയിം ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെയുള്ള കുറച്ച് മൂവ്മെന്റ്സ് സമ്മാനിച്ച കളികളാണ്. എക്സ്ട്രാ ടൈമിലാണ് നമ്മൾ ജയിച്ചത്. We took it to extra time and Sam Kerr won it for us. അപ്പോ ഐ തിങ്ക് വി ആർ ഡൺ. കാരണം ഇനിയും സംസാരിച്ചു പോയി കഴിഞ്ഞാൽ ദിസ് വിൽ ബി എ ജനറൽ ഡിസ്കഷൻ ദാറ്റ് വിൽ നെവർ എൻഡ്. കാരണം എന്റെ നെക്സ്റ്റ് ടോപ്പിക് ഫേവററ്റ് പ്ലെയർ ആണ്, ഫേവററ്റ് എവർ പ്ലെയർ ടു ഹാവ് പ്ലേഡ് ഫോർ ചെൽസി. ഐ തിങ്ക് വിൽ എൻഡ് വിത്ത് ദാറ്റ്. ശ്യാം ബ്രോ, യുവർ ഫേവററ്റ് എവർ. യു കൻ ഓൺലി നെയിം വൺ. വേറെ മറ്റേ ആളുണ്ടൊന്നും പറയാൻ പറ്റില്ല. എന്റെ ബ്രോ, എനിക്ക് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് ഫേവററ്റ് പ്ലെയറിനേക്കാൾ കൂടുതൽ ചെൽസി ആണ്. എനിക്ക് എന്നാലും in that sense എനിക്ക് I would say Lampard or Drogba. I would go for Drogba because Drogba was Chelsea through and through in a way. So yeah. Okay, perfectly explained. Jittu, രണ്ട് പ്ലെയർ പറയാൻ പറ്റില്ല, അതുകൊണ്ട് സ്വീകരിക്കുന്നതല്ല. go with Fernando Torres because Ballack is the reason I started watching Chelsea. But then അവന്റെ കരിയറിലൊരു എൻഡിങ് ആയിരുന്നു അത്. ടോറസ് എന്ന് പറയണത് ചെൽസി ഫാൻ ആയിരിക്കുമ്പോ ഒരു റൈവലായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിനെ ഇഷ്ടപ്പെട്ടൊരു പ്ലെയർ. അങ്ങനെ ഒരു പ്ലെയറിനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതുവരെ. നമ്മളായിട്ട് തന്നെ ഭയങ്കര കളിയെ പുള്ളി ഒരു രക്ഷയിലായിരുന്നു അഗൈൻസ്റ്റ് ചെൽസി. അങ്ങനെ ഒരു ഇത് തുടങ്ങിയ പ്ലെയർ ടോറസ്. അതുകൊണ്ട് ഐ വിൽ ഹാവ് ടു ഗോ വിത്ത് ടോറസ്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോ രണ്ട് ഫോർവേഡ്സ് ആയി. അജിത്ത്, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട്?
Frank Lampard. It has to be him. അല്ല, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കണ്ടു തുടങ്ങിയ സമയത്ത് he was not at his peak. He was regressing. ആൻഡ് എന്തോ ഭാഗ്യത്തിന് ഐ കുഡ് സീ ദാറ്റ് സീസൺ, നമ്മൾ ചാമ്പ്യൻസ് ലീഗ് അടിച്ച സീസണിലുള്ള ദാറ്റ് മാജിക്കൽ പാസ് ഫോർ റാമിറസ് ആൻഡ് ദ വേ ഹി ജസ്റ്റ് കണ്ടക്ട് ദ ഗെയിം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയർ. ആൻഡ് ഹൈലൈറ്റ്സ് കണ്ടിട്ട് ഐ അണ്ടർസ്റ്റുഡ്, ഐ മിസ്ഡ് ദോസ് പീക്ക് ഇയേഴ്സ് ഓഫ് ലാംപാർഡ്. ബട്ട് ലാംപാർഡ് ഹാസ് ടു ബി ത്രൂ ആൻഡ് ത്രൂ. ആൻഡ് വെൻ ഹി കോച്ചായിട്ട് വന്ന സമയത്ത് ഒബ്വിയസ്ലി എനിക്കൊരു എന്താണ് അപ്രഹെൻഷൻ ഉണ്ടായിരുന്നു, പുള്ളിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ. നമ്മൾ നല്ലോണം ബാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പോയിന്റിൽ എത്തി, വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി won't be as good as with what we expect him to be, and he has to ഇപ്പൊ എവർട്ടണിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. ഈസ് ലേണിംഗ് ദ ഗെയിം ആസ് എ കോച്ച്. പക്ഷെ ലാംപാർഡ് ഹാസ് ടു ബി മീൻസ് ക്ലോസ് ടു ദി ചെസ്റ്റ്. ചെൽസി ത്രൂ ആൻഡ് ത്രൂ ഓൾവേസ്, ആൻഡ് നോട്ട് ഓൺലി ദ ഗോൾസ്, ആ എന്താണ് ഒരു ക്യാരക്ടർ ഉണ്ട്, ചെൽസിക്ക് വേണ്ടി മരിക്കും. ആൻഡ് ഞാൻ പറയുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ ഒരു ഇന്റർവ്യൂ, ലൈക്ക് ഓൺ ദ പിച്ച് ഇന്റർവ്യൂല് പുള്ളി പറയണ്ടായിരുന്നു, ഐ ടോൾഡ് മൈ ഗേൾസ് that Chelsea will be the best club in the world, and today we are. അത് പറഞ്ഞപ്പോൾ I could feel that he is Chelsea, Mr. Chelsea. Tonight we are getting there എന്ന് പറഞ്ഞിട്ടാ പോണേ. അതൊരു അപ്പോ ടു എൻഡ് ദ സ്ട്രീം എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവായിരിക്കും ദാറ്റ് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് പ്ലെയർ എവർ ചെൽസി അല്ല, ത്രൂ ഔട്ട് ഇസ് മൈക്കിൾ ബാലാക്ക്. കാരണം എന്നെ അത്രക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ എല്ലാ ജേഴ്സി നമ്പർ 13 ആണ്. എൻ്റെ എല്ലാ പാസ്വേഡും മിക്കവാറും 13 ആയിരിക്കും. അപ്പോൾ അത്രക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ചെൽസിയിലേക്ക് വന്നത് എന്തൊക്കെയോ, ഐ മീൻ ദ ബെസ്റ്റ് ഫ്രീ ട്രാൻസ്ഫർ എവർ, ആൻഡ് ദാറ്റ് വാസ് ബിഫോർ തിയാഗോ സിൽവ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ബട്ട് മൈക്കിൾ ബാലാക്ക് ജർമ്മൻ ക്യാപ്റ്റൻ, ചെൽസീനെ ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദി ആറ്റിറ്റ്യൂഡ്, ദ ഫിസിക്കാലിറ്റി, വാട്ട് എവർ ഹി ഡിഡ് ഓൺ ദ പിച്ച്, ഈ പറഞ്ഞ പോലെ ഭയങ്കര പ്രൊലിഫിക് ഒന്നും അല്ല, വല്ലപ്പോഴൊക്കെയാണ് ഇമ്പാക്ട്. പക്ഷെ വെൻ ഹി പ്ലേസ് ആൻഡ് പുള്ളിയുടെ ഇമ്പോർട്ടൻസ് ആസ് എ ജർമ്മൻ ഫാൻ ഇപ്പൊ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡ് പ്രസൻസ്, അതേപോലത്തെ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യാനായിട്ടൊന്നും ആയിരിക്കും പറ്റിയിട്ടില്ല. ബട്ട് സാഡ് തിങ് അബൌട്ട് ഹിം ഇസ് ഹീൽ ഹാവ് എ ലോട്ട് ഓഫ് സിൽവർ മെഡൽസ് ഇൻ ഹിസ് ക്യാബിനറ്റ്. ഭയങ്കര അൺലക്കിയാണ്. ബട്ട് അത്, ആൻഡ് ഹീസ് ഈവൻ ഹാഡ് ലൈക്ക് പേഴ്സണൽ ട്രോമാസിലൂടെ പോയിട്ടുണ്ട്. ഹിസ് സൺ പാസ്ഡ് അവേ, ഹിസ് എൽഡസ്റ്റ് സൺ പാസ്ഡ് അവേ ലാസ്റ്റ് ഇയർ ഐ തിങ്ക്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ട്രാജഡീസിലൊക്കെ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് മൈക്കിൾ ബാലാക്ക്, ഗോഡ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ലെറ്റ്സ് ഗെറ്റ് പേഴ്സണൽ സ്ട്രീമിന് ഒരു എൻഡിങ് ഇടാണ്. ഫോർ എവറിബഡി ഹു ജോയിൻഡ്, ആക്ച്വലി നല്ല കുറച്ച് കമൻസ് വന്നായിരുന്നു ദാറ്റ് ഈ സ്ട്രീം അടിപൊളിയായിരുന്നു എന്നുള്ളത്. ബിക്കോസ് നമുക്ക് കാര്യമായിട്ട് ടാക്ടിക്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. വി വർ ജസ്റ്റ് ബീങ് കാൻഡിഡ്, വി ഹാഡ് ഫൺ. സോ until next time, looking forward to the Brighton game. Until next time, bye bye. Thank you guys for joining.